പ്ലീസ് ടെൽ മീ അബൌട്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. എന്തൊക്കെയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ? പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി പറയുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലോഷർ എന്നുള്ള രീതിയിൽ പറയുന്നൊരു കാര്യം, ഇത് ഈ സിംറ്റംസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഓവർലാപ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്ലസ് ഇതിൽ പലതും കേൾക്കുമ്പോൾ നമുക്കുണ്ടല്ലോ അല്ലെങ്കിൽ അവർക്കുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടി തന്നെ ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ അത് ആദ്യമേ പറയുകയാണ്, കാരണം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട്. സോ പേഴ്സണാലിറ്റിയിലേക്ക് വരുമ്പോൾ, പേഴ്സണാലിറ്റി നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും. അത് ഒരു യുണീക്കായിട്ട് നമ്മളാക്കി നിർത്തുന്ന ഒരു സംഗതിയാണ്. നമ്മളുടെ ചിന്തകൾ, ആക്ഷൻസ്, നമ്മളുടെ ഫീലിങ്സ്, ഇങ്ങനെ നമ്മളുടെ യുണീക്കായിട്ട് നമ്മളാക്കി നിർത്തുന്ന ചില ഫാക്ടറുകളെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇത് സിറ്റുവേഷൻസിനനുസരിച്ച് യൂഷ്വലി അഡാപ്റ്റ് ചെയ്യാനും ഫ്ലെക്സിബിൾ ആവാനുമുള്ള ഒരു കഴിവ് പേഴ്സണാലിറ്റിക്ക് ഉണ്ടാവും. ഈ ട്രെയ്റ്റ്സുകൾക്കെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ചിന്തകളെയും ആക്ഷൻസിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുമ്പോൾ ചില പർട്ടിക്കുലർ വ്യക്തികൾക്ക് അവർക്ക് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടുകളെ, ഇവർ ലോകത്തിനെ കാണുന്ന രീതിയെ, ചുറ്റുപാടുമുള്ള ആളുകളെ കാണുന്ന രീതിയെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഫ്ലെക്സിബിളായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല. റിജിഡ് ആയിരിക്കും. ഇവരുടെ ബിലീഫിൽ, ഇവരുടെ ആക്ഷൻസിൽ ഇവർ കുറച്ചുകൂടെ റിജിഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരുടെ ഒരു യുണീക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്തു. ഇത് ഒരു 18 വയസ്സ് മുതൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും. കാരണം വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു 15, 16, 17 ആ സമയം തൊട്ട് തുടങ്ങി 18 വയസ്സിലൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അതിനുശേഷം ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംഗതിയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ശരിക്കും പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാൻ പറ്റുമോ? കാരണം ഡിസോർഡർ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും തിരുത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് ഓർഡറിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ്. അതെ. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് തന്നെ കറക്റ്റാണോ? അതെ, ഡിസോർഡർ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി അയാൾക്ക് സിറ്റുവേഷൻസിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ ഹെൽത്തി ആണ്, ഓർഡർ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് അവിടെ ആ ഒരു സ്കില്ല് ഇവരെ സംബന്ധിച്ചിടത്തോളം പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉള്ളവർക്ക് അവർക്ക് ഈ സിറ്റുവേഷൻസിനനുസരിച്ച് ഓർഗനൈസ്ഡ് ആവാനും പറ്റുന്നില്ല. ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും, ഇവരുടെ ഒരു വേർഷൻ ഓഫ് റിയാലിറ്റി ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവരെല്ലാ കാര്യങ്ങളെയും കാണുന്നത്, അതായത് ഒരു ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള ഒരു തോട്ട്സും ബിഹേവിയറും ഒക്കെയാണ് ഇവർക്കുണ്ട്. ഇവർ ലോകത്തെ കാണുന്നതും അവനവനെ കാണുന്നതും ഒക്കെ കുറച്ചൊരു ഡിസ്റപ്റ്റഡ് ആയിട്ടായിരിക്കും, ഡിസ്റ്റോർട്ടഡും കൂടിയായിരിക്കും. സോ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്? പേഴ്സണാലിറ്റി ഡിസോർഡർ പ്രധാനമായിട്ട് 3 ക്ലസ്റ്റർ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി. ഇത് എന്തുകൊണ്ടാണ് ഇവരെ ഒരു ക്ലസ്റ്ററിൽ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിംറ്റംസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവരെ ഒരു ഗ്രൂപ്പിൽ ചേർത്തിരിക്കുകയാണ്. ഇതിലുള്ള ഈ അസുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തേക്കാം, മാറിയും തിരിഞ്ഞുമൊക്കെ ഇരുന്നേക്കാം. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ക്ലസ്റ്റർ എ എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ എയിലെ പല കാറ്റഗറീസിലുള്ള സിംറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്ലസ്റ്റർ ബിയിലെ സിംറ്റംസ് ഓവർലാപ്പ് ചെയ്യാം, ക്ലസ്റ്റർ സിയിലെയും ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ക്ലസ്റ്റർ എയിലുള്ളത് അത്ര ഒരു യൂഷ്വലായിട്ട് നമ്മുടെ ഒരു കൾച്ചറിൽ കാണുന്നൊരു സംഗതിയല്ല. വൺ ഇസ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അനദർ വൺ ഈസ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിസോടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇവരുടെ ഒരു ജനറലി ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറച്ചും കൂടി ഒരു സസ്പീഷ്യസ് ആയിരിക്കും. അതായത് വിതൗട്ട് എനി റീസൺ ആളുകളെ ഒരു ട്രസ്റ്റ് ഇല്ലാതെ കാണുക, ഒരു വിശ്വാസമില്ലാതെ കാണുക, കാരണമില്ലാതെ സംശയിക്കുക, വളരെ അവരെ ആരോ ഉപദ്രവിക്കാൻ മൈൽഡായിട്ട് പോലും തമാശകൾ പറയുന്നതിനൊക്കെ ഒരു ഗ്രഡ്ജ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ ആരോ ഹാം ചെയ്യാൻ ശ്രമിക്കുന്നു, ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വെച്ച് പുലർത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡറുകളാണ് ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന പാരനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെ പാരനോയിഡാണ് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഒരു സസ്പീഷ്യസ് ആയിരിക്കും, ആരോ അവരെ ഹാം ചെയ്യാൻ ശ്രമിക്കുന്നു, ഒരു അൺറീസണബിൾ ആയിട്ട് അവരങ്ങനെ വിശ്വസിക്കും. അതാണ്
സ്കിസോയിഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അവർ ഒരു വളരെ ലിമിറ്റഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും. പരമാവധി ഐസൊലേറ്റഡ് ആയിരിക്കും. ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പ്രഷനും ഇമോഷണൽ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. നമുക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ ഇതിൽ കൃത്യമായിട്ടൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു പിന്നെ ജനറൽ ഒബ്സർവേഷനിലേക്ക് പോകും. അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ ഫസ്റ്റ് കാറ്റഗറിയിൽ, അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല. സെക്കൻഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. സ്കിസോട്ടിപ്പലിലും അങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടി അവരൊരു ഒരു അൺയൂഷ്വൽ ബിഹേവിയറുകളാണ് അതിൽ കാണിക്കാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ കൾച്ചറിലൊന്നും അങ്ങനെ അധികം കാണാറില്ല. കാരണം ഇതിലൂടെ ഐസൊലേഷനിൽ കാണുന്ന ഒരു വെസ്റ്റേൺ ട്രേറ്റ്സുകളാണ് ഇതൊക്കെ കാണുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് ഒരു ക്ലസ്റ്റർ ബി. ക്ലസ്റ്റർ ബിയിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഡിസോർഡേഴ്സുകളാണുള്ളത്. വൺ ഇസ് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അനദർ വൺ ഇസ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇതിൽ ഇവരുടെ ഒരു കോമൺ ട്രേറ്റ്സ് ഇമോഷണൽ ഇംബാലൻസ് ആൻഡ് സെൽഫ് സെൻറ്റർനെസ് ഉണ്ട്, ഇമ്പൾസിവിറ്റി ഉണ്ട്, ആൻഡ് ഒരു അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് പാറ്റേണുകൾ കാണാറുണ്ട്. ഓൾസോ ഒരു ലോ സെൽഫ് എസ്റ്റീം. ഇത്രയുമാണ് ഇവരുടെ ഒരു കോമൺ ആയിട്ട് വരാറുള്ളൊരു കാര്യം. ഇതിൽ തന്നെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ എന്നാണ് നമ്മൾ അവരോട് പറയുക. ഒരു എക്സ്ട്രീം നീഡ് ഓഫ് അറ്റൻഷൻ. അപ്പോൾ ആ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. പിന്നെ നുണ പറയും, അല്ലെങ്കിൽ ഡ്രാമാറ്റിക് ആയിട്ട് ബിഹേവിയർ ചെയ്യും, എക്സെൻട്രിക് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് ഹിസ്ട്രിയോണിക്കിൽ വരിക. ആൻഡ് അനദർ വൺ ഇസ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ദ വെരി കോമൺ, ഒരുപാട് ആൾക്കാർ എപ്പോഴും സംസാരിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സംഗതിയാണ്. Now coming to the cluster C. Cluster Cയിൽ there are 3 types of disorders. One is OCPD, obsessive compulsive personality disorder, and anxious avoidant personality disorder, and dependent personality disorder. So these are all personal disorders, personality disorders. Yes. OCPD എന്ന് പറയുന്നത് OCD അല്ല. OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OCPDയുടെ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ളൊരു വേർഷനാണ്. ആൻഡ് സംടൈംസ് അതൊരു ലോങ് ലാസ്റ്റിംഗ്, ഇതുപോലൊരു പേഴ്സണാലിറ്റിയുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇവോൾവ് ആയിട്ടുള്ളൊരു സംഗതി ആയിരിക്കില്ല. ഒരു പർട്ടിക്കുലർ ഏജിലൊക്കെ സഡനായിട്ട് വന്ന് കുറച്ച് നാൾ പെർസിസ്റ്റ് ചെയ്ത് പിന്നെ മെഡിസിനൊക്കെ എടുക്കുമ്പോൾ റെഡിയായി വരുന്നൊരു സംഭവമാണ്. OCPD ഈസ് മോർ ലൈക്ക് ഒരു ആങ്സൈറ്റി. ഇവരുടെ ഈ ക്ലസ്റ്റർ 3കാരുടെ ഒരു സിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു ആങ്സൈറ്റി ഡ്രൈവനായിട്ടുള്ള ആളുകളാണ്. ക്ലസ്റ്റർ സി ഈസ് ആങ്സൈറ്റി ഡ്രിവൻ. യെസ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കുടെയും പിന്നിൽ ആങ്സൈറ്റി ഒരു വലിയ ഫാക്ടറാണ്. ആങ്സൈറ്റി കാരണമുണ്ടാകുന്ന അവോയ്ഡൻസ്, ആങ്സൈറ്റി കാരണമുണ്ടാകുന്ന ഓവർ പ്ലാനിങ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ആങ്സൈറ്റി കാരണമുണ്ടാകുന്ന ഡിപ്പെൻഡൻസി, ഇതാണ് ഇവരിൽ ഉണ്ടാവുക.